ഹലോ, ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ കാണിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചിട്ടെടുക്കണേ. ക്യാരറ്റ് ഇതുപോലെ ഫൈനായിട്ട് നമുക്ക് ചതഞ്ഞിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ബൗളിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു 3/4 കപ്പിന് അടുത്തോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഇതുപോലെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും. അതിനാണ് ആദ്യം നമ്മളൊന്ന് ചതച്ചിട്ടെടുത്തത് കേട്ടോ ക്യാരറ്റ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെറും 3 സ്പൂൺ മാത്രം മതി. എന്നിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണേ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരക്കുന്ന ടൈമിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കുക. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ വേണമെങ്കിൽ അതും യൂസ് ആക്കാം കേട്ടോ. ഞാനൊരു കപ്പ് മൈദയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കട്ടയൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് ഒരു സ്പൂണ് വിനെഗർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും. അപ്പോൾ അതും കൂടെ അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഓയിൽ. ഇനി നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഇതുപോലെ നമ്മൾ വിനെഗറിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൽ എയർ ബബിളൊക്കെ പോകാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ കുക്കറൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കേക്ക് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഞാൻ ഈ അലുമിനിയം ഷീറ്റൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുക്കറിൻ്റെ സൈസും അതും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ഡാർക്ക് യെല്ലോ, ഒരു ഓറഞ്ച് കളറിലൊക്കെയാണ് നമുക്ക് ഈ കേക്ക് കിട്ടുക കേട്ടോ, നമ്മൾ ക്യാരറ്റ് ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇത് ഞാൻ അതിൽ നിന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു പോവേ അല്ലെങ്കിൽ വേവാതെ നിൽക്കുകയൊന്നും ചെയ്യില്ല. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഈ കറക്റ്റ് ടൈമിൽ വേവിച്ചാൽ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുമേ. ഇതുവരെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.